ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സംഭവം ടിഷ്യൂ പേപ്പർ വെച്ച് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതാ നമ്മുടെ ടിഷ്യൂ നമ്മൾ നല്ല നീളത്തിൽ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന ടിഷ്യൂ ഇല്ലേ, അതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ, അത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതാ ഇതേപോലെ ഹാഫായിട്ട് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ക്രേ പേപ്പറോ ടിഷ്യൂ പേപ്പറോ ന്യൂസ് പേപ്പറോ ഒക്കെ വെച്ച് ചെയ്യാൻ നല്ല അടിപൊളി ലുക്കായിരിക്കും കേട്ടോ. അതിനുശേഷം അതിനിതാ ഇങ്ങനെയൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ രണ്ട് ഫിംഗർ ഇത് ഇതേപോലെ വെച്ചിട്ട് രണ്ട് സൈഡിലോട്ടും ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക കേട്ടോ. ജസ്റ്റ് പിടിക്കുക, ട്വിസ്റ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം അടുത്ത പോർഷനിൽ ട്വിസ്റ്റ് ചെയ്തതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ഫിംഗർ വെച്ചിട്ട് ഒന്ന് മടക്കുക. എന്നിട്ട് ഇതാ ബാക്കിലോട്ട് ട്വിസ്റ്റ് ചെയ്യുക. ജസ്റ്റ് ഇതേപോലെ മടക്കുക, ട്വിസ്റ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ടിഷ്യൂ പേപ്പർ ആകുമ്പോൾ കീറിയൊന്നും പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് ചെയ്തെടുക്കുക കേട്ടോ. നല്ല നീളത്തിലുണ്ടെങ്കിലാണ് നല്ല ഭംഗിയായിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ചുരുക്കി ചുരുക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് ഇതെല്ലാം ചെയ്തെടുക്കുമ്പോൾ, നല്ല രസമാണ് ചെയ്തെടുക്കാനായിട്ടോ. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്ക് വേണമെങ്കിലും പെട്ടെന്നൊരു ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഈ ഒരു സംഭവം ചെയ്തെടുക്കാം കേട്ടോ. എവിടെ വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം അല്ലേ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഡ്രസ്സ് മേലേക്കുള്ള ഒരു ഫ്രില്ല് പോലെയായിട്ട് കിട്ടും കേട്ടോ. ഇനി ഇതേപോലെ ചുരുട്ടി ചുരുട്ടി എടുക്കുക കേട്ടോ. അതായത് നല്ല രസമായിട്ട് ചെയ്തെടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ചുരുട്ടിയാൽ മതി കേട്ടോ. ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ചുരുക്കുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് എടുക്കുക കേട്ടോ. ചുരുട്ടുക പറഞ്ഞാൽ ഉദ്ദേശം അതാണ്. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുക. മുകളിലത്തെ ഭാഗം ഉണ്ടല്ലോ, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഒരേപോലെ ആയിരിക്കുക. താഴത്തെ ഭാഗം നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മുകളിലത്തെ ഭാഗം കറക്റ്റായിട്ട് ഒരേ ലെവലിലായിരിക്കണം. മുകളിലോട്ടും താഴോട്ടൊന്നും വരാതെ ഇങ്ങനെ അങ്ങോട്ട് റോൾ ചെയ്ത് അങ്ങ് എടുക്കുക കേട്ടോ. റോൾ ചെയ്ത് കഴിയുമ്പോൾ ഈ എൻഡ് ഭാഗം ഒന്ന് മടക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ എൻഡിൻ്റെ ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ആക്കിയെടുത്തതിന് ശേഷം താഴത്തെ ഭാഗം ഒന്ന് പിടിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ളൊരു റോസ് ഫ്ലവറിൻ്റെ ഒരു ലുക്ക് നമ്മൾ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ റോസ് ഫ്ലവർ ആയതുകൊണ്ട് തന്നെ ഇതിനെ കളറൊന്നും മാറ്റാനും കൂടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ വൈറ്റ് ആയിട്ട് വേണമെങ്കിൽ വൈറ്റ് ആയിട്ട് മാത്രം കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ വേണ്ട കളറായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ. ആദ്യം ഞാൻ ചെയ്തത് ജസ്റ്റ് ടിഷ്യൂ പേപ്പറല്ലേ നനഞ്ഞൊക്കെ പോകുന്നു വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് റെഡാണ് കൊടുത്തെടുത്തത്. ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്, കുറച്ചായിട്ട് കേട്ടോ. ഇനി ടിഷ്യൂ പേപ്പർ നനഞ്ഞു വിട്ടും പ്രശ്നമൊന്നും ഉണ്ടാവേണ്ട വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. അതിനുശേഷം നമ്മൾ എന്താ ചോദിച്ചാൽ പിന്നീട് ഞാൻ മാറ്റിയിട്ടോ കളർ, അതെങ്ങനെയാണെന്നും കൂടെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മുടെ ടിഷ്യൂ പേപ്പറിൽ ജസ്റ്റ് ഒന്ന് കളറൊക്കെ കൊടുത്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ലുക്കുകൾ കാണിക്കുന്നത് ഒന്ന് വൈറ്റായിട്ട്, അതല്ലെങ്കിൽ ഇതേപോലെ അവിടെ ഇവിടെയും കുറച്ച് റെഡായിട്ടുള്ള ഒരു ടിഷ്യൂ പേപ്പർ കേട്ടോ. ടിഷ്യൂ പേപ്പർ അല്ല, റോസ് കേട്ടോ. അങ്ങനെയും ഉണ്ടാവുമല്ലോ, കുറച്ച് റെഡും വൈറ്റൊക്കെ കൂടിയിട്ടുള്ള റോസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതേപോലെ ഏത് ലുക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ നോക്കാം കേട്ടോ. അതല്ലെങ്കിൽ ഇനി റെഡ് ഫുള്ളായിട്ട് വേണമെങ്കിൽ അത് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ റെഡൊക്കെ കൊടുത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെം വയ്ക്കാം. അതിനായിട്ട് സ്ക്യൂവേഴ്സ് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റിക്ക് വെച്ചാൽ മതി. എന്നിട്ട് നമ്മുടെ ഗ്രീൻ ടേപ്പാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഗ്രീൻ ടേപ്പില്ലെങ്കിൽ ഒരു ഗ്രീൻ കളറ് പേപ്പർ എടുത്ത് കട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട്. അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെമ്മും ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ലേ. റോസ് ഫ്ലവർ സ്റ്റെമ്മിൽ റെഡി ആയിട്ടുണ്ട്. ഇനി ലീഫ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഫ്ലവർ ഉണ്ടല്ലോ, അതിൽ നിന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് അങ്ങ് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് എനിക്ക് തോന്നി കുറച്ചുകൂടെ ഒന്ന് റെഡ് ആക്കാം, നല്ലൊരു ഭംഗിയുള്ളൂ. അപ്പോൾ അതിനായിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ആ പെയിൻറ്റ് ചെയ്ത ആ ബ്രഷ് ഉണ്ടല്ലോ, ആ ബ്രഷ് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ നനച്ചിട്ട് ഒന്ന് തട്ടി കൊടുത്തതിന് ശേഷം ഈ ടിഷ്യൂമ ഇങ്ങനെ പതുക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ നന്നായിട്ട് ആ റെഡ് കളർ നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. നല്ല രസമായിട്ട് തന്നെ വന്നു. ഒരു കുഴപ്പമൊന്നും ഉണ്ടായില്ല. അതിൻ്റെ പാറ്റേണിനൊന്നും ഒരു ഡിഫറൻസും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിലും താഴെയും മുകളിലും എല്ലാ ഭാഗത്തും നല്ല ഭംഗിയായിട്ട് തന്നെ ആ ഒരു ഫ്ലവറിന് ആ റെഡ് കൊടുത്തെടുത്തു കേട്ടോ. ജസ്റ്റ് ഞാൻ പെയിൻറ്റ് തീർന്നു കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ബ്രഷിലൊന്ന് പെയിൻറ്റ് ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും ഞാൻ ആ വെള്ളത്തിൽ മുക്കിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. പെയിൻറ്റ് ഡയറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളം കൂടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ടിഷ്യൂ അല്ലേ അബ്സോർബ് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ അടിപൊളി റോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വാലൻറ്റൈൻസ് ഡേക്കോ ബർത്ത്ഡേക്കോ വെഡിങ് ആനിവേഴ്സറിക്കോ ഒക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ഒരു റോസ് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ നല്ല ഈസിയല്ലേ. നമ്മുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്കും കൊടുക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ.